രണ്ട് മിഠായി തരോ? തന്നില്ലെങ്കിൽ അഞ്ജലിയുടെ അടുത്തേക്ക് പോണ കാര്യം അഞ്ജലി വിളിക്കുമ്പോ പറയാൻ പാടില്ല. കണ്ണൂർക്ക് സർപ്രൈസ് ആയിട്ട് പോണത്. അതെ, പ്രോമിസ്? പ്രോമിസ്. അങ്ങനെയല്ല, പ്രോമിസ്. പ്രോമിസ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കമ്മലിടാനും മൂക്കിലൊക്കെ കമ്മലിടാനൊക്കെ പോവാണ്. അഞ്ജലി ഒരു പരിപാടിക്ക് പോവാണ്. അപ്പൊ നമ്മളും പോകണ്ട കൂടെ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇന്ന് ഡ്രസ് ഇടുന്ന അറിയാത്ത തന്നെ ഞങ്ങൾ കമ്മലൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോവാണ്. സോ ഗൈസ്, ഞങ്ങള് ഇപ്പൊ പുറത്തേക്ക് പോവാണ്. പുറത്ത് പോകണ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയുടെ എൻഗേജ്മെന്റ് ആണ്. 21st എൻഗേജ്മെന്റ്. അപ്പോ ഞാൻ ആക്ച്വലി കണ്ണൂരാണ് സ്ഥലം. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യണത് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അഞ്ജലി ഇപ്പൊ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത്ര ലോങ് ജേർണി വാവയ്ക്ക് ഓക്കെ ആണോ എന്നുള്ളൊക്കെ ഒരു ചിന്തയിലായിരുന്നു. ആക്ച്വലി അവള് വളരെ സാഡാണ്. ബിക്കോസ് ചേച്ചിമാരും വരുന്നില്ല, ഞാനില്ല, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കസിൻസ് അങ്ങനെ ആരും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പൊ എല്ലാവരും വിഷമത്തിൽ, അവള് പൊതുവെ വിഷമത്തിലാണ്. വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര സാഡാണ്. അവൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണോ എന്നാലും വലിയ ഉന്മേഷം ഇല്ല ആൾക്ക്. 19th ഈവനിങ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ചേച്ചി വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ പൊന്ന ബേബി ആൻഡ് ചേച്ചി പോവാണ്. ഡ്രസ്സ് എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പൊന്നയ്ക്ക് ഭാവിക്കുള്ള ഡ്രസ്സ് ഉണ്ട്, എനിക്ക് ഡ്രസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വർഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. വർഷ ഈസ് എ കൈൻഡ് ഓഫ് മൈ ഗുഡ് ഫ്രണ്ട്. അവള്, ഞാൻ എപ്പോഴും തെറ്റെത്തിയ നേരത്തെ വർഷ എനിക്ക് ഇത് തയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ തെറ്റെത്തിയ നേരത്താണ് ഇപ്പോഴും എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാറ്. അടുത്ത് ഉള്ളവരാരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവള് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, പെട്ടെന്ന് ചെയ്തു തരും. അഫോർഡബിൾ റേറ്റ് ഒക്കെയാണ്, ഒരുപാട് കത്തി പൈസ ഒന്നും ഇല്ല. ഈ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത്. ഈ വ്ളോഗ് ഇത്തിരി ലെങ്തി ആയിരിക്കും വിചാരിക്കുന്നു ഞാൻ. ബിക്കോസ് ഞാനിപ്പോ പോണു, പ്രിപ്പറേഷൻ, ഇതെല്ലാം കൂടെ അഞ്ജലിയുടെ എൻഗേജ്മെന്റ് എന്റെ വരെ കാണിക്കാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ നാട്. ഹസേനും എല്ലാം നല്ല രസല്ലേ, രണ്ട് കൊമ്പ് മാത്രമായിട്ട് വന്ന് നിന്നോടെ വെറുതെ ആശയില്ലാണ്ട് മര്യാദക്ക് കണ്ണാ. വിചാരിക്കുന്ന ഔട്ട്ഫിറ്റിന് ഇങ്ങനത്തെ ഗോൾഡൻ വളാസ് വിൽ ബി ഗുഡ് എന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് പാർലറിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ കാലം ഞാൻ ത്രെഡ് ചെയ്തിട്ട് 4 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തൂല. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവനെ ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പാർലറിൽ ഇവനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ അലമ്പാക്കും. ഞങ്ങള് പാർലറിൽ പോയി ത്രെഡൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ മൂക്കും കൂടെ കുത്തി. അല്ല, ഗുഡ്ലെ നല്ല പാർലറാണ് കേട്ടോ. ഇവിടെ മരത്താക്കരയില് നേഹാസ് എന്ന് പറഞ്ഞ പാർലറിലാണ് ഞങ്ങൾ വന്നത്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ് പാർലർ, നല്ല സർവീസാണ് എന്ന് വിചാരിക്കണം. ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ബേബി എണീറ്റിട്ടുണ്ട്, പക്ഷെ അലമ്പൊന്നുമില്ല, കരച്ചിലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പൊന്ന 1 മണിക്കൂർ ഇരിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾക്ക് അതീതമായി അവൻ നല്ല മോനായിട്ടിരുന്നു. ഹി വാസ് എ ഗുഡ് ബോയ്. യെസ്, മരത്താക്കരയില് ഇവിടെ അക്ഷയ സെന്റർ ഇല്ലേ, അക്ഷയ സെന്ററിന്റെ അടുത്ത് തന്നെ കേട്ടോ നേഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം. കാണാൻ സീറ്റ് ബെൽറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ സൺലൈറ്റില് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സൺലൈറ്റ് മേക്ക് us look good. So I love seeing myself in sunlight. എനിക്ക് ആക്ച്വലി സെക്കൻഡ് സ്റ്റെഡും കൂടെ കുത്തണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത് തന്നെ എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് കുത്തിയോണ്ട് എനിക്കൊരു പേടിയുണ്ട്. ഇത് ഓട്ടം ഇടഞ്ഞതാ. ഒരു പ്രാവശ്യം ഞാൻ കുത്തിയിട്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ബുദ്ധിമുട്ടൊക്കെ ആയി. അതാ എന്റെ ബ്ലഡ് കൗണ്ട് ഒക്കെ ഇങ്ങനെയായത്. നല്ല ടെൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് കരഞ്ഞിട്ട് എല്ലാവരും നോക്കണം. എന്തിനാ കരയണേ? കാര്യമായിട്ട് എടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ടാകും. ഓക്കെ കേട്ടാ?
നമ്മളിപ്പോ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ അഞ്ജലി വിളിച്ചപ്പോ ഭയങ്കര സംഖ്യയായിരുന്നു. പാക്ക് ചെയ്യാൻ 2 ടോയ് എടുത്തത്. അതെ കണ്ണൂര് പോവണ്ടേ നമുക്ക്? കണ്ണൂര് പോവണ്ടേ? മാളുവിന്റെ എൻഗേജ്മെന്റിന് പോവണ്ടേ? പോവണ്ടേ? ഭംഗിയുണ്ടോ? ഇതിന് മാറിച്ചറിഞ്ഞാൽ ഇടിക്കാൻ പപ്പടം. ബ്യൂട്ടിഫുൾ കണ്ണാ. അപ്പൊ അഞ്ജലിയുടെ പരിപാടിക്ക് ഇങ്ങനെ ഇടണ്ട ഞാൻ? അതെ, ഞാൻ ഇങ്ങനെ കാലിക്കൊന്ന് നോക്കുമ്പില്ലേ ഈ മാഴ്ച സ്റ്റാർട്ടോടെ ഈ കാല് പൊന്നക്ക്, ഈ കാല് അമ്മൂസിടാം. വേണം. അയ്യോ സാരില്ല ശരി, അങ്ങനെ തന്നെ കിടക്ക് പോലെ ആക്കല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് പൊതിച്ചോ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ ഡ്രസ്സ് വാങ്ങാൻ പോയി. സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാല വേണ്ട, എനിക്കൊരു ഇയറിംഗ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ പരിപാടിയുള്ള ഷോപ്പുകളൊന്നും വലിയ നിശ്ചയമില്ല, അപ്പൊ ഒന്ന് നോക്കണം. നമ്മളിപ്പോ ഉള്ളത് സ്റ്റാർ ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കുരിയസുരയുടെ ഷോപ്പിലാണ് കേട്ടോ. ഞാൻ അതിന് വെൽക്കം. say hi. 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 വെയിറ്റ് ആണത്. മരലോകം പോലെ ഊബർ കിട്ടിയില്ല. ഞങ്ങളിപ്പോ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി. ചെരുപ്പ് മനസ്സിലാവൂലേ? എത്ര മണിക്ക് ഇറങ്ങി നിങ്ങള്? ഞങ്ങള് 12 മണിക്കാണ് ട്രെയിൻ പറഞ്ഞത്, പക്ഷെ ബസ് പറഞ്ഞത്, പക്ഷെ അതും കഴിഞ്ഞു തോന്നുന്നുണ്ട്. 12 സംതിങ് ആയി, 12:30 നീ എത്ര ദൂരം വരുന്നു? വരുന്നുണ്ട്. ഓള് അധികം ലുട്ടാപ്പി കുഞ്ഞു
ഇപ്പം വരും ഞാൻ കൂട്ടാൻ പോവാ അച്ചു പോയി പക്ഷെ അങ്കിൾ പറയാൻ പാടില്ല ഞാൻ ഇല്ല 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 എങ്ങനെയാ വന്നേ അന്ന് വിളിച്ചുകൂടെയോ അല്ല കുഞ്ഞാവ് കണ്ണൂരുണ്ടല്ലേ ഇരിക്കി ഓ അഞ്ജലിക്ക് ആകെ സന്തോഷം വന്നിട്ടുള്ളൂ അഞ്ജലിക്ക് സന്തോഷം വന്നിട്ടുള്ളൂ പറയില്ലേ അമ്മ പറയും ഇവിടെ വരാനായിട്ട് വരും ഇന്നലെ കോമഡി ആയിരുന്നു. നീ വീഡിയോ കോൾ ചെയ്ത് നേരത്തുണ്ടല്ലോ പൊന്ന ടീഷർട്ട് കൂരുന്നു കിടക്കണം അഭിനയിക്കുന്ന ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ ഞങ്ങൾ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നേ വീഡിയോ കോൾ ചെയ്യുമ്പോ പൊന്നെവിടെയാ വീട്ടിൽ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ കുഞ്ഞിനെടുക്ക് നോക്കിട്ടേ എനിക്ക് സത്യം വിചാരിക്കും ഇവിടെ സത്യം പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി. പഠിച്ച ക്ലാസ്സിൽ ഞാനും ക്ലാസ്സിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ഒന്നും വരില്ല റിയാക്ഷൻ. ഞാൻ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇന്റർമീഡിയന്റ് ആയിട്ട് അവളുള്ള റിയാക്ഷൻ ഇനി വരുന്നുണ്ടാവുക. അഞ്ചിന് നീ എന്നെ കണ്ടില്ലേ? അപ്പൊ ഞാൻ കാരണം വേറെ ആരും സർപ്രൈസ് എന്നാണ് നീ വരാൻ എനിക്കിപ്പോ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അത് വിചാരിക്കില്ല. പറ്റില്ല നീ എനിക്ക് ആട്ട് സൂപ്പൊക്കെ ഓഫർ ചെയ്യണം. അനീച്ചിട്ട് വന്നില്ല അല്ലേ? ഞാനില്ലാതെ പരാതി പറയരുത്. ഹായ് അഞ്ജലി. കിടക്കോ എവിടെ? ഇതല്ല എൻഗേജ്മെന്റ് ഗൈസ്. അഞ്ജലി എൻഗേജ്മെന്റ് ആണ്. അഞ്ജലി അതുകൊണ്ട് ഫേസ് പാക്ക് ഒക്കെ എൻ്റെ മുഖത്ത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാം ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഓൾറെഡി ലെമറ്റ് കഴിക്കാൻ പോവാ. 25, 26, 27, 28, 29. ഞാൻ സംസാരിച്ചു. നിങ്ങൾ എത്തിയല്ലോ. ഓക്കെ എത്തി ഞാൻ അങ്ങോട്ട് പോയി ശരി ശരി അങ്ങനെ കേട്ടോ. അഞ്ചിരിക്കുന്നത് ചിരിക്കുന്നു.
നാണം വരുന്നു. അമലു ഹായ്. വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആരും വിളിച്ചില്ല. അമലു സ്റ്റേജിൽ പോയി അവനെയും കൂടി Thank you so much, ചേച്ചി. ഹായ്. ഹായ്. ഞാനും പോകുന്നു. തരൂ. Thank you, Shreya. Bhagava, Rambharam Jayane, Mujindara, Bhagava.